ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് പ്ലസ് ഒരു ചെറിയൊരു സ്റ്റഡി വ്ളോഗ് പോലെയൊക്കെയാണ്. മെയിനായിട്ട് എൻ്റെ ലൈഫിൽ ഈ ഇപ്പം നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടൻസിയാണ്. അക്കൗണ്ടൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. എക്സാംസ് വരാറായിട്ടുണ്ട്. പക്ഷേ എനിക്കെന്താ ഒരു പഠിക്കാനായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് എത്തുന്നില്ല. കുറച്ച് പഠിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് മടുക്കുകയാണ്. കാരണം ഞങ്ങളുടെ ക്ലാസ് റെഗുലർലി നടക്കുന്നില്ല. സ്കൂളിൽ ഫുൾ പ്രോഗ്രാംസ് ഉണ്ട്, അതിൻ്റെ ഇതിനൊക്കെ ആയിട്ട് ക്ലാസ്സസ് കുറേ ഞങ്ങൾക്ക് നടക്കുന്നില്ല. ടീച്ചേഴ്സൊക്കെ ബിസിയാണ്, സ്റ്റുഡൻസ് ബിസിയാണ്, അങ്ങനെയൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ലാഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാനൊക്കെ ഭയങ്കര ഒരു മടി. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ സ്കൂളിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. മറ്റേ ആനുവൽ സ്പോർട്സ് മീറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഹൗസായിരുന്നു ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ ഇത് എനിക്കിപ്പോഴും അങ്ങോട്ട് ഭയങ്കര പ്രൗഡ് ഫീലിംഗ്, ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ അന്നത്തെ ദിവസം അടിച്ച് പൊളിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു. കാരണം ഞാൻ ഏത് ഹൗസിൻ്റെ മെമ്പറായാലും ആ ഹൗസ് അങ്ങനെ ഫസ്റ്റ് ഒന്നും അടിച്ചിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഞാൻ പ്രൈമറിയിലെങ്ങാണ്ട് നിന്ന സമയത്താണ് എൻ്റെ ഹൗസ് ഫസ്റ്റ് ടൈമിൽ ഒരു ഫസ്റ്റ് പൊസിഷനിൽ എത്തുന്നത്. ഞാൻ സെക്കൻഡറിയിൽ കയറിയ ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഏത് ഹൗസിൻ്റെ മെമ്പറായിട്ടുണ്ടോ ആ ഒരു ഹൗസ് ഫസ്റ്റ് എത്തുന്നത് ഈ സ്പോർട്സിൽ. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ ഹൗസ് ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇട്ട് എഫേർട്സ് ഒന്നും വേസ്റ്റ് ആയില്ല. മാക്സിമം ചെയ്ത് അത്രയും ഓക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും ഫസ്റ്റ് അടിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ സെക്കൻഡ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോയിൻറ്റ്സ് കൂടുതൽ കിട്ടാനായിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈവൻറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള വേറെ ഹൗസ് മെമ്പേഴ്സിനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളിങ്ങനെയെങ്കിലൊക്കെ ഇറക്കാനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. സീനിയേഴ്സായാലും ഞങ്ങളുടെ ജൂനിയേഴ്സായാലും എല്ലാവരും സെറ്റ്. അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങളെല്ലാവർക്കും. എന്നാലും അക്കൗണ്ടൻസിയും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ എൻ്റെ ഡെസ്കിൽ നിന്ന് അക്കൗണ്ടൻസിയുടെ ബുക്കും എല്ലാം മാറ്റിയിട്ട് ബിസിനസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബാഗ് എപ്പോഴും കസേരയിലാണ് ഞാൻ വെക്കുന്നത്. പഠിക്കുന്ന സമയത്ത് മാത്രമാണ് അതെടുത്ത് മാറ്റുന്നത്. വരെ എൻ്റെ കസേരയിലാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി എനിക്ക് ബിസിനസ് എടുത്തിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിസിനസ് എന്നല്ല, പഠിക്കാൻ തന്നെ ഈ തിയറി പഠിക്കാൻ ചെയ്തിട്ട് തന്നെ കുറച്ചായിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് പഠിക്കാൻ ഭയങ്കര ഒരു മടിയായിരുന്നു. അപ്പോൾ എന്തായാലും ബിസിനസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബിസിനസ്സിലെ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററൊക്കെ ഉണ്ടായത്. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്റർ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഒന്ന് പഠിച്ച് നോക്കിയിട്ടുള്ളതാണ്. എന്നാലും ഒന്ന് റിവൈസ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചെടുത്താണ്. പിന്നെ ഞാൻ ലൈഫ് അപ്ഡേറ്റ്സ് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും അടുത്ത ക്ലിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതെന്തൊക്കെയാണെന്ന് എന്തായാലും കേട്ട് നോക്കുക. പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ശബ്ദം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഇതുവരെ ആയിട്ട് എൻ്റെ ശബ്ദം തിരിച്ചേറ്റിയിട്ടില്ല. പനിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇത്ര നാളായി, കുറേ ആയി. ജലദോഷവും തൊണ്ടവേദന എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ തൊണ്ടയ്ക്കൊരു ഇപ്പോൾ കുഴപ്പമില്ല. തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. ഇപ്പോൾ തൊണ്ടവേദന മാറിയിട്ടുണ്ട്. ജലദോഷം മറന്നേയില്ല. ശബ്ദവും തിരിച്ച് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കൽ പരിപാടിയൊക്കെ കുറച്ച് ലാഗായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഭയങ്കര ലെങ്ത്ത് കുറവായിരുന്നു. സ്റ്റഡി വ്ളോഗ്സിനാണ് ഞാൻ പറയുന്നത്. ഭയങ്കര ലെങ്ത്ത് കുറവുള്ള വീഡിയോസായിരുന്നു ഞാൻ കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത ആഴ്ച തൊട്ടെങ്കിലും ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. എൻ്റെ വീഡിയോസിൻ്റെ ലെങ്ത്തൊക്കെ അത്യാവശ്യം കൂട്ടിയിട്ട് ഇടാൻ നോക്കാം. അതൊക്കെയാണ് എൻ്റെ മനസ്സിലൊരു പ്ലാൻ. എന്താകും എനിക്കറിയില്ല. പിന്നെ എൻ്റെ സ്കൂളിൻ്റെ ടൂറ് ഡേറ്റ് ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. 25th പറഞ്ഞേക്കുന്നത്, November 25th. അന്നായിരിക്കും സ്കൂളിൻ്റെ ടൂറ്. സ്ഥലം മൂന്നാറാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് വാഗമണ്ണായിരുന്നു. അതിന് മുൻപ് കൊണ്ടുപോയത് തൃശ്ശൂരായിരുന്നു. 9th വെച്ചിട്ട് തൃശ്ശൂർ, 10th വാഗമൺ, ഇപ്പോൾ 11th മൂന്നാർ. ഞാൻ ആദ്യമേ പോവാമെന്ന് വിചാരിച്ചു, പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഇനി പോവാം, ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ പോവാമെന്ന് വിചാരിച്ചു. എനിക്ക് ഫസ്റ്റ് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരുന്നില്ല. അതിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റീസണാണ് ഞാൻ പോകേണ്ടത് തീരുമാനിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരുന്നില്ല. അപ്പോൾ എനിക്ക് പോകണ്ടെന്നായിപ്പോയി. പക്ഷെ പിന്നെ അവൾ തന്നെ പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തിരിച്ച് വീണ്ടും പോവാം എന്ന രീതിയിലാണ് ഒരു തീരുമാനം എടുത്തത്. ഈ വീഡിയോ ഇടുമ്പോഴായിരിക്കും എൻ്റെ ഫ്രണ്ട്സ് കാണുന്നത്. ഇതുവരെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പോകാൻ തീരുമാനിച്ചെന്നുള്ള കാര്യം. അവരിപ്പോഴും വിചാരിക്കുന്നത് ഞാൻ പോകുന്നില്ലെന്നാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഞാൻ പോകുമെന്നുള്ള കാര്യം.
ഞങ്ങൾക്ക് ടൈം പറഞ്ഞേക്കുന്നത് എത്ര 4:45 ആ സമയത്തെങ്ങാണ്ട് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എത്തുന്ന സമയം എന്താ ലേറ്റ് ആവും. അങ്ങനെ ഏതോ എത്ര ഡെസ്റ്റിനേഷൻ എത്രയാണോ എവിടേക്കാണ് പോകേണ്ടതെന്നൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പാടില്ല. എവിടേക്കാണ് പോകേണ്ടതെന്നൊന്നും അതൊന്നും സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. എൻ്റെ 12th-കാരും 10th-കാരും ഒക്കെ പോയത് സെയിം സ്ഥലത്തേക്കാണ്. അവരുടെ ചോദിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. പക്ഷേ എനിക്കെന്തോ അങ്ങനെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഞാൻ കുറച്ചൊക്കെ അറിഞ്ഞായിരുന്നു. എന്നാലും ഇരിക്കട്ടെ. എൻ്റെ ക്ലാസ്സിൽ നിന്ന് പോകുന്ന ആൾക്കാരും ഭയങ്കര കുറവാണ്. എനിക്കറിയാൻ മേല. കുറച്ച് പേരൊക്കെ പിന്നെ വേണ്ട 12th പോകാം എന്നുള്ള ആ ഒരു മൈൻഡാണ് എല്ലാവർക്കും. എനിക്കും ആ ഒരു മൈൻഡ് വന്നായിരുന്നു. പക്ഷെ പിന്നെ കിട്ടും. നമുക്ക് 11th തന്നെ ഞങ്ങൾ ടൂറ് പോകാം. മൂന്നാർ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ അത് വേറെ എക്സ്പീരിയൻസ്. 11th ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴേക്കും ഇതുവരെ ഉള്ളതിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ ഉള്ളത്. ബാക്കിയൊക്കെ പുതിയ പിള്ളേരൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർക്കായിട്ട് ടൂറ് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കുറച്ച് കൂടുതലാണ്. ഇനി പഠിത്തത്തിലേക്ക് വരാം. ഞാൻ ലൈഫ് അപ്ഡേറ്റ്സ് പറയുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. കാരണം സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റഡീസ് പ്രോപ്പറായിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ പഠിക്കാനായിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ സ്കൂളിലെ പ്രോഗ്രാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ആനുവൽ സ്പോർട്സ് മീറ്റ് കഴിഞ്ഞു. ഇനി ആനുവൽ ഡേ വരാനുണ്ട്, ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ വരാനുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇനി 2 കാര്യങ്ങൾ നടക്കാനുണ്ട്. അത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സംഭവങ്ങളാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാലേ നമ്മളിന്ന് ഫ്രീ ആവുള്ളൂ. അതുകൂടെ കഴിയുകയാണെങ്കിൽ ജാനുവരിയിൽ എക്സാമാണ്. അതെ, ജാനുവരിയിലായിരിക്കും ഞങ്ങളുടെ എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ ഫുൾ ബിസി ആണ്. പിന്നെ അടുത്ത വർഷം നമ്മൾ 12th ബോർഡ്. അടുത്ത വർഷം നമ്മൾ 12th-ലാവും. അതിൻ്റെ അടുത്ത വർഷം 12th ബോർഡ് എക്സാം എഴുതാം. നമ്മുടെ സമയം ഭയങ്കര പെട്ടെന്നാണ് പോയത്. എനിക്ക് തോന്നുന്നു ജാനുവരി തുടങ്ങിയ ബോർഡ് എക്സാം എഴുതിയതിന് ശേഷം പെട്ടെന്ന് സമയം പോയതാണ് തോന്നിയത്. വെക്കേഷൻ്റെ ഗ്യാപ്പ് എനിക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് 11th തുടങ്ങിയത് ഇപ്പോൾ തീരാറായി. പകുതി മുക്കാലും കഴിഞ്ഞു. ഇനി ഇച്ചിരിയേ ഉള്ളൂ. 2 എക്സാംസ് എങ്ങാണ്ട് ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ 11th കഴിഞ്ഞു. പിന്നെ എൻ്റെ സ്റ്റഡീസ് കാര്യങ്ങളൊന്നും മര്യാദ നടക്കുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ റീഡിങ് ഹാബിറ്റ് വീണ്ടും കൊണ്ടുവരാൻ തീരുമാനിച്ചു. കാരണം ഇടയ്ക്ക് വലിയൊരു ഗ്യാപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബുക്സ് വായിക്കാണ്ടായി. അങ്ങനെ കുറേ കാര്യങ്ങൾ. എൻ്റെ ഹാഫ് ഇയർലിയുടെ സമയത്താണ് ഞാൻ ബുക്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. ഫോണിൻ്റെ കാര്യങ്ങൾ കുറച്ച് അവോയ്ഡ് ചെയ്തു. മൊത്തത്തിൽ കുറച്ച് സ്റ്റഡീസിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സമയം എൻ്റെ ഹാഫ് ഇയർലി ടൈമായിരുന്നു. അത് മിഡ് ടേം എക്സാമിൻ്റെ സമയത്ത്. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും ബുക്സ് വായിക്കൽ റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച്. എന്നിട്ട് ഞാൻ ആദ്യമേ ഈ ബുക്ക് നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് 2-3 പേജ് വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഞാൻ അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ വായിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ വായിക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ ഈ അടുത്ത് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. എൻ്റെ അടുത്ത് ഇപ്പം പകുതി കൂടുതലുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത്രത്തോളം ഞാൻ വായിച്ചു വെച്ചിട്ടുണ്ട്. വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. ഞാൻ 2 ദിവസം കണ്ടേ കൺസിസ്റ്റൻ്റ് ആയിട്ട് വായിച്ചുള്ളൂ. പിന്നെ എനിക്ക് മടിയായി. പക്ഷേ ഈ ബുക്ക് അടിപൊളിയാണ്. ബെറ്റർ ദാൻ ദ മൂവീസ് എന്നുള്ളത് ഞാൻ ബുക്ക് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിന് മുമ്പ്. അപ്പം എന്തൊന്നും ഇല്ലാത്തൊരു ബുക്കാണ്. അപ്പം ബുക്സ് വായിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ടീനേജേഴ്സിന് പറ്റിയ അടിപൊളി ഒരു ബുക്കാണ്. ഇഷ്ടപ്പെട്ടാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വായിച്ചു നോക്കാം. പിന്നെ ഈ സ്റ്റഡീസിലേക്ക് കിടക്കാം. ഞാൻ കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ് എന്തായാലും തരാമെന്ന് വിചാരിച്ചു. കാരണം ലോങ് വീഡിയോസും ഒന്നും ഞാൻ എടുത്തിട്ട് കുറച്ച് അധികമായിട്ടുണ്ട്. ലോങ് വീഡിയോസ് ഉണ്ടെങ്കിലും ഭയങ്കര ലെങ്ത് കുറവാണ്. അപ്പോൾ കുറച്ച് സംസാരത്തിന് ശേഷം സ്റ്റഡി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി ബിസിനസ് പഠിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടായിരുന്നു. കാരണം കുറച്ചധികം നാളായിട്ടുണ്ട് ഞാൻ ക്യാമറയിൽ ഇങ്ങനെ ഡയറക്റ്റ് നോക്കി സംസാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷയത്തിൽ നിന്ന് തെന്നി മാറി ഞാൻ വേറെ ടോപ്പിക്സിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ചമ്മലും ഉണ്ടായിരുന്നു. ഞാൻ 2-3 ടേക്കിറങ്ങാണ്ടാണ് വീഡിയോ ഒന്ന് സെറ്റാക്കി എടുത്തതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴേക്കും സ്റ്റാർട്ടിങ് തന്നെ കുളമായി. ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴേക്കും ഇടയ്ക്ക് വെച്ചൊക്കെ ഇങ്ങനെ സ്റ്റക്കാവുന്നുണ്ടായിരുന്നു. എന്ത് പറയണമെന്നറിയാൻ മേലാണ്ട്. പിന്നെ 3ാമത്തെ ട്രയലാണെന്ന് ഓക്കെ ആയത്. ആ 3ാമത്തെ ട്രയൽ ഞാൻ വിചാരിച്ചു പതുക്കെ സമയം എടുത്ത് തന്നെ സംസാരിക്കാമെന്ന്. അതാണ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഒരു ലാഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ തൊണ്ടയുടെ പ്രശ്നമുള്ളതുകൊണ്ടും കൂടെ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴാണെങ്കിലും കൂടെ ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ടിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ ഗ്യാപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പതുക്കെയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്.
പതുക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ബ്രീത്ത് എടുക്കാനൊക്കെ പ്രോപ്പറായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പ് എടുത്ത് ഇങ്ങനെ ഒന്ന് ശ്വാസമൊക്കെ വലിച്ചിട്ടിട്ടൊക്കെയാണ് റെക്കോർഡ് ചെയ്യാതിരിക്കുമ്പോഴേക്കും കുറച്ചും കൂടെ സ്പീഡിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഏതായാലും മാത്രം ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.